13 വർഷം 13 വർഷം നമ്മളൊരു കുടുംബത്തിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചു. ജോർജ് കുട്ടിയും കുടുംബത്തിൻ്റെ കൂടെ. അങ്ങനെ ഫൈനലി ദ കേസ് ഇസ് സോൾവ്ഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഓൺ ലാലേട്ടൻ. ഇതിലും വലിയൊരു സമ്മാനം ഇന്ന് ഈ ദിവസം കിട്ടാനില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആൻഡ് കുട്ടുക്കൈ ജിത്ത് ജോസഫ് എന്ന ഡയറക്ടറിന്. ശരിയാണ്, ആളുടെ അവസാനത്തെ 2 സിനിമകളും ഞാൻ നല്ല രീതിയിൽ വെറുത്തിട്ട ഒരാൾ തന്നെയാണ്. മിറാഷ് ആണെങ്കിലും വലതുവശത്തെ കള്ളനാണെങ്കിലും. പക്ഷേ ദൃശ്യം എന്ന ഫ്രാഞ്ചൈസിൽ എത്തിയപ്പോൾ ഹി ഷോഡ് ഹിസ് കാലിബർ. ഹി അഗെയിൻ ഷോഡ് ദാറ്റ് ഈസ് എ വെരി ബ്രില്യൻ റൈറ്റർ ആൻഡ് എ വെരി ബ്രില്യൻ ഡയറക്ടർ. ജീത്തു പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ് വിത്ത് ത്രില്ലിംഗ് എലമെന്റ്സ്. സിനിമ തുടങ്ങുന്നത് മുൻ സിനിമകളെ പോലെ തന്നെയാണ്, ദൃശ്യം സിനിമകളെ പോലെ തന്നെയാണ്. ഒരു കുടുംബം, ജോർജ് കുട്ടിയും കുടുംബത്തിനെയും കാണിച്ച് അവരുടെ സന്തോഷവും പിന്നീട് പതിയെ ഒരു മിസ്റ്ററി അങ്ങ് ബിൽഡ് ആവുകയാണ്. അങ്ങനെ ആ മിസ്റ്ററി ബിൽഡ് ചെയ്ത് ഒരു കിഡിലൻ ഇന്റർവെൽ പഞ്ചിനാണ് സിനിമ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്താ സംഭവിക്കാൻ പോകണമെന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ സിനിമയെ സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോൾ ആസ് യൂഷ്വൽ ദൃശ്യം സിനിമകളെ പോലെ തന്നെ ഒരു കിഡിലൻ ത്രില്ലിംഗ് സെക്കൻഡ് ഹാഫ് തന്നെയാണ് സിനിമയുടെ. അപ്പം നമ്മുടെ മനസ്സിൽ ആകെ ഉണ്ടാവുന്നത്, എന്തിനാണ് ഈ കുടുംബത്തിന് ഇങ്ങനെ ദ്രോഹിക്കണത്? കുടുംബത്തിനെ ദ്രോഹിച്ച് ഇങ്ങനെ ക്രൂശിച്ച് മടുത്തില്ലേന്നാണ്. അവരൊന്ന് വെറുതെ വിട്ടുകൂടി. അങ്ങനെയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫ്. നമുക്ക് കുറേ ടെൻഷൻ അടിക്കാനുള്ള നിമിഷങ്ങളുണ്ട്. അതേപോലെ കൈയട്ടിക്കാനും വിസലടിക്കാനുള്ള നിമിഷങ്ങൾ പോലും ജീത്തു ജോസഫ് ഈ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ എൻഡിങ്ങിലോട്ട് വരുവാണെങ്കിൽ പോലും ഇറ്റ് വാസ് റീസണബിൾ, ഇറ്റ് വാസ് ജസ്റ്റിഫയബിൾ ആൻഡ് ഇറ്റ് വാസ് വെരി ഇമോഷണൽ. എനിക്ക് പേഴ്സണലി ആ എൻഡിങ് വളരെയധികം വർക്കായി. എല്ലാവർക്കും വർക്കാവണമെന്നില്ല. വേറൊരു തരത്തിലുള്ള ഒരു ജോർജ് കുട്ടിനെ നമുക്ക് ആ നിമിഷത്തിൽ കാണാൻ സാധിക്കും. എനിക്ക് ഏതായാലും സിനിമ ഒന്നും കൂടെ ഒന്ന് കാണണമെന്നുണ്ട്. എന്നാലേ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ആ പറയുന്ന എക്സ്പ്ലനേഷൻസും കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അതേപോലെ വേറൊരു കാരണം, നമ്മുടെ ലാലേട്ടൻ. എന്ത് രസമായിരുന്നു ഈ കണ്ടിരിക്കാൻ തന്നെ. ഭയങ്കര ഗ്രേസ്ഫുൾ ലുക്കും അതേപോലെ പെർഫോമൻസും. ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുകയായിരുന്നു. ആർക്കെങ്കിലും സട്ടൽ ആക്ടിങ് എന്താണെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങേരുടെ അഭിനയം കണ്ടാൽ മതി. ഈ ഒരു സിനിമയിലാണെങ്കിലും കഴിഞ്ഞ ഹൃദയപൂർവ്വം എന്ന സിനിമയിലാണെങ്കിലും സട്ടൽ ആക്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സാമ്പിളാണ് ലാലേട്ടൻ എന്ന ആക്ടറിൻ്റെ പെർഫോമൻസ്. അത്ര ഗ്രേസ്ഫുള്ളായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ നെഗറ്റീവ്സിലോട്ട് കടക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ പടത്തിൽ നെഗറ്റീവ്സ് ഉണ്ട്. ഇതൊരു പെർഫെക്റ്റ് സിനിമയൊന്നും അല്ല. ബിക്കോസ് സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ സിനിമയുടെ പേസിംഗ് പ്രശ്നം.